ഒരു ഐസ് കച്ചവടക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നും രാവിലെ തൻ്റെ പെട്ടിയിൽ നിറയെ ഐസ് വെച്ചിട്ട് അങ്ങാടിയിലേക്ക് കച്ചവടത്തിന് പോകുന്ന ഒരു കച്ചവടക്കാരൻ. അദ്ദേഹത്തിന് അന്നാന്ന് ദിവസത്തെ കച്ചവടം നടക്കാതെ വന്നാൽ അയാളുടെ വീട്ടിലെ അടുപ്പൊന്ന് പുകയാറില്ല. അത്രയും ദാരിദ്ര്യമാണ്. ഓരോ ദിവസത്തെയും ഐസ് വിറ്റ് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് അദ്ദേഹം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ പതിവ് പോലെ അയാൾ ഐസ് കച്ചവടത്തിന് ഇറങ്ങുന്നുണ്ട്. ഒരു ദിവസം പെട്ടിയിൽ നിറയെ ഐസൊക്കെ വെച്ചിട്ട് അങ്ങാടിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ എന്തോ കോലാഹലങ്ങൾ കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ കലഹമാണ്, ആകെ പൊടിപടലങ്ങളാണ്. അദ്ദേഹം ഒരല്പസമയം ആ കോലാഹലം ഇങ്ങനെ ശ്രദ്ധിച്ചു നിന്നു. എന്താണ് അങ്ങാടിയിൽ നടക്കുന്നത്, വഴിയിൽ നടക്കുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ അദ്ദേഹം ഒരല്പസമയം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ തലയിൽ വെച്ച പെട്ടിയിൽ നിന്ന് ഐസ് ഉരുകിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർക്കുന്നത്. ഇന്നത്തെ കച്ചവടം നടക്കാതെ വന്നാൽ തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, തൻ്റെ വീട്ടിലേക്ക് അരി വാങ്ങാൻ പണം ഉണ്ടാകില്ലല്ലോ എന്ന് കരുതിയിട്ട് അയാൾ പെട്ടെന്ന് അങ്ങാടിയിലേക്ക് ഓടുന്നുണ്ട്. അദ്ദേഹം അന്നത്തെ അന്തരീക്ഷത്തിലെ ചൂടിൻ്റെ താപം പോലും മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ അങ്ങാടിയിൽ ചെന്ന് പെട്ടി തുറന്നു നോക്കിയപ്പോൾ തൻ്റെ ഐസെല്ലാം ഉരുകി ഇങ്ങനെ വെള്ളമായി നിൽക്കുന്നത് കാണുന്ന ഒരു ഐസ് കച്ചവടക്കാരനെ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കുക. അയാൾ എത്ര വിഡ്ഢിയാണെന്ന് നമ്മളൊക്കെ പറഞ്ഞു പോകും. എന്നാൽ ആ ഒരു സന്ദർഭത്തിലും അദ്ദേഹം തൻ്റെ പെട്ടി മുന്നിൽ വെച്ച് ഇങ്ങനെ വിലപിക്കുന്നുണ്ട്. ഈ ഉരുകി ഒലിച്ച ഐസെല്ലാം വീണ്ടും പഴയതുപോലെ ആയിട്ട് ഒരു കച്ചവടത്തിന് പറ്റുന്ന രീതിയിലേക്ക് മാറിയിരുന്നെങ്കിൽ എന്ന് ആ ഒരു വെയിലിൻ്റെ ചൂടത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വിലപിക്കുന്ന ഒരു രംഗം. നമ്മൾ പറയും അദ്ദേഹം എത്ര വിഡ്ഢിയാണെന്ന്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തെ പരിശുദ്ധ ഖുർആൻ ഈ ഒരു ബിസിനസ് നഷ്ടത്തിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് സമയം കളയുമ്പോൾ അവസാനം നമ്മുടെയൊക്കെ അടുത്തേക്ക് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ മനുഷ്യനും ഇങ്ങനെ വിളിച്ചു പറയാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, ഒരല്പസമയം, അജലിൻ ഖരീബ്, അരനിമിഷം എന്നെ പിന്തിപ്പിച്ചാൽ, ഫസ്വദ്ദഖ വകും മിനസ് സ്വാലിഹീൻ. അതെ, ദുനിയാവിൽ എന്തൊക്കെയോ ആവശ്യങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്ന് അലസമായിട്ട് സമയം കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി എന്നെ പിന്തിപ്പിക്കുകയാണെങ്കിൽ ഫസ്വദ്ദഖ വകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വതക്ക കൊടുത്തോളാം. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് തുടർന്ന് പറയുന്നു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. സമയമായ പിന്നെ പിന്തിപ്പിക്കലില്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് കൃത്യമായി ഒരുങ്ങിക്കോളൂ എന്നൊരു മുന്നറിയിപ്പ് പരിശുദ്ധ ഖുർആൻ തരുന്നുണ്ട്. ഒരു അവസാന യാത്രക്കൊരുങ്ങുന്ന ഒരു കൂട്ടുകാരൻ്റെ സംഭവം പറയാറുണ്ട്. അദ്ദേഹത്തിന് 3 കൂട്ടുകാരുണ്ട്. അങ്ങനെ യാത്രക്ക് ഒരുങ്ങുന്ന വേളയിൽ തൻ്റെ കൂട്ടുകാരോടൊക്കെ, വിദേശയാത്രയാണ് പോകുന്നത്, തൻ്റെ കൂട്ടുകാരോടൊക്കെ യാത്ര പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട്. തൻ്റെ വിദേശയാത്രക്ക് ഒരുങ്ങുന്ന കാര്യം തൻ്റെ കൂട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുങ്ങുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 കൂട്ടുകാർ, ഒരാൾ അദ്ദേഹമായിട്ട് വലിയ ബോണ്ടാണ്. എല്ലാ സമയത്തും അദ്ദേഹമായിട്ട് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കാനും ഒക്കെ വരുന്ന ഒരാളാണ്. രണ്ടാമത്തെ കൂട്ടുകാരൻ വല്ലപ്പോഴൊക്കെ വരും, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കും, തിരിച്ചു പോകും. എന്നാൽ മൂന്നാമത്തെ കൂട്ടുകാരനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, തൻ്റെ അടുത്ത് എപ്പോഴെങ്കിലുമൊക്കെ വന്നാൽ കുറച്ച് സമയമൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ച് ഇങ്ങനെ ചിലവഴിക്കുന്ന ഒരു മൂന്നാമത്തെ കൂട്ടുകാരനുണ്ട്. അങ്ങനെ ഇയാൾ യാത്രക്ക് വേണ്ടിയിട്ട് യാത്ര ചോദിക്കാൻ തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ വലിയൊരു യാത്രക്ക് ഒരുങ്ങുകയാണ്, അപ്പോൾ നിന്നോട് യാത്ര ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന്. പക്ഷേ ആ കൂട്ടുകാരൻ അദ്ദേഹത്തെ കണ്ടത് നടിച്ചതുപോലുമില്ല, അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ ആകെ തെറ്റിപ്പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ കൂട്ടുകാരനോട് തൻ്റെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം യാത്ര അയക്കുന്നുണ്ട്. വാഹനത്തിൽ കയറുന്നത് വരെ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് അത്ഭുതമായി. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയക്കുന്നു. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ കാണുന്ന, മിണ്ടുന്ന ഈ കൂട്ടുകാരൻ തന്നെ യാത്ര അയക്കുന്നത് വരെയൊക്കെ വരാമെന്ന് പറയുന്നു. ഏതായിരുന്നാലും മൂന്നാമത്തെ കൂട്ടുകാരനോട് ചെന്ന് യാത്ര ചോദിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞപ്പോൾ മൂന്നാമത്തെ കൂട്ടുകാരൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും വരുന്നുണ്ടടാ നിൻ്റെ കൂടെ യാത്രക്ക് എന്ന്, നീ പോകുന്നിടത്തൊക്കെ ഞാനുണ്ടടാ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇയാൾക്ക് അത്ഭുതമായി. കാരണം എന്നെ വല്ലപ്പോഴൊക്കെ കണ്ടാൽ മിണ്ടുന്ന ഈ കൂട്ടുകാരൻ തന്നോട് ഇത്രമേൽ അടുത്ത് പെരുമാറുകയാണല്ലോ എന്ന്. അതെ, ഈ ഒരു സംഭവത്തെയും പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാൻ കഴിയും, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. അതെ,
ദുനിയാവിൽ സമ്പത്തും മക്കളൊക്കെ ദുനിയാവിൻ്റെ സൗന്ദര്യമാണ്, അലങ്കാരമാണ്. പക്ഷേ സ്വാലിഹായ കർമ്മങ്ങൾ അതെന്നും ബാക്കിയുണ്ടാവുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. 3 ഉപമകളെ ഞാൻ കൊണ്ടുവന്നത് സമ്പത്തുമായിട്ട് എപ്പോഴും ഇടപഴകുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന സമ്പത്തൊക്കെ മരിക്കാൻ സമയത്ത് നമ്മോട് പൂർണ്ണമായിട്ടും ഇങ്ങനെ അകന്നു നിൽക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ കൂട്ടുകാരനായിട്ട് കൊണ്ടുവന്നത് മക്കളോടായിരുന്നു. അവസാനം ഖബറിൻ്റെ അരികെ വരെ വന്നിട്ട് തിരിച്ചു പോകാമെന്ന് മക്കളും പറയുന്നുണ്ട്. അവസാനം വല്ലപ്പോഴൊക്കെ നമ്മൾ മിണ്ടുകയും പറയുകയും ചെയ്യുന്ന നമ്മുടെ സ്വാലിഹായ കർമ്മങ്ങൾ നമ്മുടെ യാത്രയിൽ ഉടനീളം കൂടെ വരാമെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്ന ഒരു 3 ഉപമകളെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായിരുന്നാലും വലിയ യാത്രക്കൊരുങ്ങുമ്പോൾ കൂടെ വരാൻ സ്വാലിഹായ കർമ്മങ്ങളെ ഉണ്ടാവുകയുള്ളൂ. വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ അത് ജീവിതത്തിന് എന്നും ബാക്കിയുണ്ടാകും.